വ്യക്തിജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹായ്, ഞാൻ ബിജു ബാലഗോപാൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് NLP ഗ്രാൻഡ് മാസ്റ്റർ. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. താല്പര്യമുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ആളുകളെ പുറകോട്ട് വലിക്കുന്ന മനസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണ്. അതായത് അനാവശ്യമായിട്ടുള്ള, ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുക. ഇതാണ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് ഫോക്കസ് ചെയ്യില്ല. നെഗറ്റീവ് കാര്യങ്ങളും വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. ഇത് ഒന്ന് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇതിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ താഴെ ഒരു കമൻറ്റ് ഇടുക, റെഡി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ ടെക്നിക്ക് മിനിമം ഒരു 21 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കിട്ടിയിരിക്കുന്ന ചേഞ്ചസുകളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ഇടാം. വളരെ മനസ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒന്ന് ചെയ്തു നോക്കുക. പലപ്പോഴും ആളുകൾ ജീവിതത്തിലെ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതൽ ആലോചിക്കുക. എന്നാൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. വലിയ വലിയ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ചെറുതാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യും. ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവാണ് ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് മാറ്റമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതോടൊപ്പം മനസ്സിനെ ഒന്ന് മാറ്റി പ്രോഗ്രാം ചെയ്യാനും ഇത് സാധിക്കും. ഇത് ചെയ്യേണ്ട പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു ഡയറിയോ ബുക്കോ കരുതുക, ഒരു പേനയും എടുക്കുക. എന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. അതിനുശേഷം ചെയ്തു നോക്കുക. ഒരു ദിവസം വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതൊക്കെ മുമ്പായിട്ട് ഒരു ഫ്രീ ടൈം അനുസരിച്ച് നിങ്ങൾ ബുക്ക് എടുക്കുക, പേന എടുക്കുക. എന്നിട്ട് ആ ദിവസം കാലത്ത് മുതൽ വൈകിട്ട് വരെ സംഭവിച്ചാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യുക. ഇത് വലിയ കാര്യങ്ങൾ വേണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യം കാണാൻ കിട്ടി, ഇനി ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ കുറേ നാൾക്ക് ശേഷം കണ്ടു, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള മനസ്സിന് സന്തോഷം കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചെറിയൊരു പൈസ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് നല്ലൊരു അഭിനന്ദനം കിട്ടിയതായിരിക്കാം. അങ്ങനെ ആ ദിവസം മൊത്തം നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ പോലും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എടുക്കുക. ആ ദിവസത്തിൽ ചിലപ്പോൾ മനസ്സിനെ വിഷമിച്ച സംഭവങ്ങളുണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള പല സംഭവങ്ങളുണ്ടായിരിക്കും. ഇതിനൊക്കെ മാറ്റി വെച്ചിട്ട് കാലത്ത് മുതൽ വൈകിട്ട് വരെയുള്ള ദിവസത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് നോക്കുക. അതിനുശേഷം ഈ ബുക്കിൽ 1 എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു, മലയാളത്തിലാണെങ്കിൽ നന്ദി നന്ദി നന്ദി, 3 തവണ നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിച്ചതിൽ മനസ്സുകൊണ്ട് നന്ദി പറയുന്നു. ഇനി നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതായത് നന്ദി നന്ദി നന്ദി, ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. അങ്ങനെ ഒരു കാര്യം എഴുതി വയ്ക്കുക. ഇനി രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം കാലത്ത് മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കുക. എന്നിട്ട് വൈകിട്ട് ആ ദിവസം സംഭവിച്ചില്ല ഏറ്റവും ബെസ്റ്റായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് ആലോചിക്കുക. അത് രണ്ടാമത്തെ നമ്പർ ഇട്ടിട്ട് എഴുതുക. നന്ദി 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 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. ഇനി മൂന്നാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ 3 എന്ന് പറഞ്ഞ നമ്പർ ഇടുക. അതിനുശേഷം വൈകിട്ട് ആ ദിവസം സംഭവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു നല്ല കാര്യം സെലക്ട് ചെയ്യുക. 3 തവണ നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കാര്യം കൊണ്ട് എഴുതി വയ്ക്കുക. അങ്ങനെ ഓരോ ദിവസം എഴുതി വെച്ചിട്ട് ഇങ്ങനെ എണ്ണം കൂട്ടി കൊണ്ടുവരണം. ഈ എഴുതി വെക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം കാലത്തെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഇതാണ്, മനസ്സ് പോസിറ്റീവിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരു ദിവസം സംഭവിച്ചാൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിയിട്ട് മനസ്സ് പോസിറ്റീവ് കാര്യത്തിനെ എടുക്കാൻ തുടങ്ങും. ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നൊക്കെ പറയും. മൈൻഡ് പവറുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് കൂടിയാണത്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ ദിവസം സംഭവിച്ചാൽ ഏറ്റവും പോസിറ്റീവ് കാര്യം എടുത്ത് അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ദിവസം ആ ദിവസത്തിലെ ഏറ്റവും പോസിറ്റീവ് കാര്യം,
അങ്ങനെ ഓരോ ദിവസം പോസിറ്റീവിനെ മാത്രം എടുക്കാനായിട്ട് മനസ്സിനെ പഠിപ്പിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങളൊരു 21 ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമായിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ ഇടാവുന്നതാണ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.